So, welcome, my dear students. Mathematical analysis പുതിയ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ നമ്മൾ റെക്കറൻസ് റിലേഷനുമായി ബന്ധപ്പെട്ട ചില സീക്വൻസുകളുടെ കൺവേർജൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട തന്നെ ചില ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. So, we are actually trying to construct a sequence which helps us to calculate the square root of any given number. So, നമുക്ക് naturally ഒരു നമ്പർ a തരികയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എ കണ്ടെത്താൻ അത്ര ഈസി അല്ല. കാരണം സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ ഈസ് നോട്ട് ഓൾവേസ് റാഷണൽ. ഇപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ 2വിൻ്റെ സ്ക്വയർ റൂട്ട് ഈസ് ആക്ച്വലി √2. √2വിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ 1.414 എക്സെട്ര എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ, അതിൻ്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി ഡിജിറ്റ്സ് ഉണ്ട്. സോ അതിൻ്റെ കൃത്യമായ വാല്യൂസ് നമുക്ക് ഒറ്റയടിക്ക് എഴുതാനോ കണ്ടെത്താനോ എളുപ്പമാണ്. സോ അതിൻ്റെ കറക്റ്റ് അപ്രോക്സിമേറ്റ് എക്സ്പാൻഷൻ നമുക്ക് ചില കേസിൽ വേണ്ടി വരും. ചില ന്യൂമറിക്കൽ കാൽക്കുലേഷൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനത്തെയുള്ള ചില നമ്പേഴ്സിൻ്റെ അപ് ടു സർട്ടൺ നമ്പർ ഓഫ് ഡിജിറ്റ്സ്, ഉദാഹരണമായിട്ട് 10 നമ്പർ ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ 20 നമ്പർ ഓഫ് ഡിജിറ്റ്സ് വരെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ചില കേസുകൾ. സോ അങ്ങനത്തെ കേസുകളിൽ ഇത്തരം നമ്പേഴ്സ് ന്യൂമറിക്കലി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചില ടെക്നിക്കുകളുണ്ട്. ഓക്കെ, അവിടെയാണ് നമ്മൾ സീക്വൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സീക്വൻസ് വെച്ചിട്ട് ഒരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ സീക്വൻസിന്റെ ലിമിറ്റ് √a ആണെങ്കിൽ ആ സീക്വൻസ് √aയിലേക്ക് അപ്രോച്ച് ചെയ്യാം. വിച്ച് മീൻസ് ആ സീക്വൻസിന്റെ കൂടുതൽ നമ്പർ ഓഫ് ടേംസ് എടുക്കുമ്പോൾ നമുക്ക് √aയുമായിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കൂടുതൽ ഡിജിറ്റ്സ് അല്ലെങ്കിൽ √aയുടെ വളരെ അടുത്തുള്ള നമ്പേഴ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് വി ആർ കൺസ്ട്രക്റ്റിംഗ് a sequence which converges to √a for any a belongs to positive real numbers. Our set of all positive real numbers. Okay. So √aയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സീക്വൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ആ സീക്വൻസിന്റെ അകത്തുനിന്ന് നമ്മൾ ആ സീക്വൻസ് √aയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോസസ്. നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രീവിയസ് ടേംസിൽ നിന്ന് അടുത്ത ടേം ഡിഫൈൻ ചെയ്തു. അങ്ങനെ ഒരു പ്രോസസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തത്. ദിസ് ഇസ് വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ടൈപ്പാണ്. 1500 BC മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിൽ അവരുടെ സയന്റിഫിക് സ്റ്റഡിക്കകത്ത് അവരുടെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ കണ്ടെത്തിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഇത് വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇത്. സോ നമ്മളൊരു സീക്വൻസ് എടുക്കുന്നു. നമ്മുടെ സീക്വൻസിന്റെ ജനറൽ ടേം ഈസ് SN. നമ്മൾ SN എന്നുള്ളതാണ് സീക്വൻസിന്റെ ജനറൽ ടേം എടുക്കുന്നു. നമ്മൾ S1 എന്നുള്ളത് ഫസ്റ്റ് ടേം, സീക്വൻസിന്റെ ഫസ്റ്റ് ടേം. നമുക്കത് ഏത് നമ്പർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്പർ പോസിറ്റീവ് ആകണം എന്നുള്ളത് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. സോ ചൂസ് എനി നമ്പർ S1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. S2 തൊട്ടുള്ള സീക്വൻസിന്റെ ടേംസ് ഈസ് ജനറലി റെപ്രസെന്റഡ് ബൈ ദിസ് എക്സ്പാൻഷൻ Sn+1 ഈസ് ഈക്വൽ ടു 1/2 into Sn plus a by Sn. Okay, so S2 is actually n is equal to 1 ഈ എക്സ്പാൻഷൻ അത് കൊടുക്കുമ്പോൾ S2 is actually 1/2 into S1 plus a by S1 എന്ന് കിട്ടും. S3 is actually 1/2 into n is equal to 2 കൊടുക്കുമ്പോൾ 1/2 into S2 plus a by S2 എന്ന് കിട്ടും. സിമിലർലി S3 S4 എന്ന് കിട്ടും. സോ ഈ സീക്വൻസിന്റെ ടേംസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല, നമ്മൾ ജനറലി ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം സീക്വൻസിന്റെ ഫസ്റ്റ് ടേം യു ക്യാൻ ചൂസ് എനി റാൻഡം പോസിറ്റീവ് നമ്പർ.
അതിനുശേഷമുള്ള സീക്വൻസിന്റെ ജനറൽ ടേംസ് Sn+1 is determined by the expression 1/2 into Sn plus a divided by Sn എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് ജനറൽ ടേം നമ്മൾ കണ്ടെത്തും. സോ ദിസ് ഈസ് ദ സീക്വൻസ്. ഇങ്ങനെയാണ് നമ്മൾ ആ സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ എ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത ഒരു റാൻഡം ആയിട്ടുള്ള നമ്പറാണ്. നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്, റൂട്ട് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് എ ഇവിടെ എഴുതിയത്. ഓക്കെ, നമ്മുടെ സീക്വൻസിന്റെ അകത്ത് ഏത് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ ആയിരിക്കണം ഇവിടുത്തെ എ. ഇപ്പൊ √5 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ദ സീക്വൻസ് ഷുഡ് ബി 1/2 into Sn plus 5/Sn. ഓക്കെ, √10 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 1/2 into Sn plus 10/Sn. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഏത് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ ആയിരിക്കണം നമ്മളുടെ എ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ജനറൽ സീക്വൻസ് which we are using to construct or which we are using to approximate the value of root a. അപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ സീക്വൻസ് റൂട്ട് എയിലേക്ക് കൺവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ അതിനു വേണ്ടി കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ monotone convergence theorem ആണ് യൂസ് ചെയ്യുന്നത്. സോ വി വിൽ എസ്റ്റാബ്ലിഷ് ദാറ്റ് ദിസ് സീക്വൻസ് ഈസ് ആക്ച്വലി monotonic ആൻഡ് ആക്ച്വലി convergent. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അവർ ഒബ്ജക്റ്റീവ് ഈസ് ആക്ച്വലി ടു പ്രൂവ് ദാറ്റ് ദിസ് സീക്വൻസ് കൺവേർജസ് ടു റൂട്ട് എ. സോ അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു എസ്റ്റാബ്ലിഷ് the convergence of the sequence Sn, or to prove that Sn converges to root e എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. സോ വി യൂസ് അതിനു വേണ്ടി നമ്മൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So monotone convergence theorem use cheyanamengil we have to establish two things. First we have to prove that our sequence is actually monotone. Then we have to prove that our sequence is actually bounded. Idu rendumanu njan prove cheyyunnathu. So we will prove that Sn is actually monotone and it is actually bounded. So first thing is bounded nammal aadyam prove cheyyum. So we will prove that our Sn square is actually greater than or equal to a for of n greater than or equal to. ഫസ്റ്റ് ടേം നമ്മളാണ് ചൂസ് ചെയ്യുന്നത്, അതിന്റെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a ആകണമെന്നില്ല. ഫസ്റ്റ് ടേം ഏതായാലും സെക്കൻഡ് ടേം തൊട്ടുള്ള സീക്വൻസിന്റെ ടേമിന്റെ സ്ക്വയർസ് ഗ്രേറ്റർ ദാൻ a എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ സീക്വൻസിന്റെ ജനറൽ എക്സ്പ്രഷൻ Sn+1 is equal to 1/2 into a plus a/Sn. So ഇതിനെ LCM എടുക്കുമ്പോൾ which is equal to 1/2 into Sn square plus a divided by Sn. ചില കേസിൽ ഇങ്ങനെയും ഈ സീക്വൻസിനെ ഡിനോട്ട് ചെയ്യാം, ഇങ്ങനെയും എഴുതാറുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഡിനോമിനേറ്ററിലുള്ള Sn ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ Sn+1 is equal to നമുക്ക് കിട്ടിയത് 1/2 into Sn square plus a whole divided by Sn. So ഇതിന്റെ ഡിനോമിനേറ്റർ 2Sn ഉണ്ട്, അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. So this implies 2Sn plus 1 into Sn is equal to Sn square plus a. So ഇതിനെ നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ this equation becomes Sn square minus 2Sn plus 1 into Sn plus a is equal to 0. This is a quadratic equation in Sn. ഇത് Sn ലുള്ള ഒരു quadratic equation. Sn എന്നുള്ളതാണ് സീക്വൻസിന്റെ ജനറൽ ടേം. ഇതിന്റെ ഫസ്റ്റ് കോഎഫിഷ്യന്റ് is actually 1, second coefficient is actually 2Sn minus 2Sn plus 1, third coefficient is actually a. So this is a quadratic equation in Sn. Okay, so Sn ആണ് ഈ quadratic equationന്റെ solution. So Sn is the solution of this quadratic equation. നമുക്കറിയാം നമ്മൾ ചൂസ് ചെയ്ത സീക്വൻസിന്റെ ജനറൽ ടേം ആണ് Sn.
സോ സീക്വൻസിന്റെ ജനറൽ ടേം ആവുന്നതുകൊണ്ട് സീക്വൻസിന്റെ ടേംസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സോ Sn ഈസ് ഓൾവേസ് റിയൽ. നമ്മൾ റിയൽ നമ്പർ നമ്മൾ കോമൺ നമ്പേഴ്സ് ഒന്നും സീക്വൻസിന്റെ കേസിൽ കൺസിഡർ ചെയ്യുന്നത്. സോ Sn ഇതിന്റെ റൂട്ടാണ്, Sn റിയൽ ആണ്. ഓക്കെ, കാരണം നമ്മൾ സീക്വൻസിന്റെ ടേംസ് ആയിട്ട് ചൂസ് ചെയ്തെല്ലാം റിയൽ നമ്പേഴ്സ്. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ Sn ആണ്. ഇവിടെ ഫസ്റ്റ് കോഎഫിഷ്യന്റ് ഈസ് 1, സെക്കൻഡ് കോഎഫിഷ്യന്റ് ഈസ് -2 Sn + 1, തേർഡ് കോഎഫിഷ്യന്റ് ഈസ് 1a. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് റിയൽ റൂട്ട്സ് വേണമെങ്കിൽ അതിന്റെ ഡിസ്ക്രിമിനന്റ് b² - 4ac should be greater than 0. So the discriminant then should be greater than or equal to 0 ആയിരിക്കും. എങ്കിൽ മാത്രമേ റിയൽ റൂട്ട്സ് ഉള്ളൂ. Sn റിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ b² - 4ac, ഇവിടെ bക്ക് പകരം -2 Sn + 1 ആണ്. അതായത് -2 Sn + 1 the whole square b² - 4ac. 4 into ഇവിടെ എന്നുള്ളത് ഫസ്റ്റ് ടൈം 1 ആണ്, 1 into c എന്ന് പറയുന്നത് a ആണ്, is equal to greater than or equal to 0. ഓക്കെ, കാരണം നമ്മുടെ സീക്വൻസിന്റെ സൊല്യൂഷൻ റിയൽ ആണെന്നെടുത്തു. റിയൽ ആണെന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കേസിൽ ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആയിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 Sn + 1 square മൈനസ് ക്യാൻസൽ ആയിപ്പോയിട്ട് 2 square is 4 -4a is actually greater than or equal to 0, which implies 4 Sn + 1 square should be greater than or equal to 4a, which implies Sn + 1 square is actually greater than or equal to a. So Sn + 1 square is actually greater than or equal to a for all n. The sequence in n + 1th term എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, n + 1th ടേമിന്റെ സ്ക്വയർ greater than or equal to ആണെങ്കിൽ ഇൻ ജനറൽ സീക്വൻസിന്റെ ജനറൽ ടേം ആയിട്ട് നമുക്ക് Sn എഴുതുകയാണെങ്കിൽ generally we can write Sn square is actually greater than or equal to a. ഇവിടെ n + 1 ആയതുകൊണ്ട് n + 1 മിനിമം n മിനിമം 1 എങ്കിലും ആവുമ്പോൾ n + 1 മിനിമം 2 എങ്കിലും ആവും. സോ ഫോർ ഓൾ n greater than or equal to 2. ഞാൻ n + 1നെ n ടേംസിലാക്കിയെന്നേ ഉള്ളൂ, വേറൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ ദിസ് ഈസ് ട്രൂ ഫോർ എവരി n. സോ n ഈസ് ഈക്വൽ ടു 1 2 3 തൊട്ടുള്ള റിസൾട്ടിൽ ഇത് ട്രൂ ആണ്. അതായത് n ഈസ് ഈക്വൽ ടു 1 2 ആകുമ്പോൾ s2 square is greater than or equal to a, s3 square is greater than or equal to a. അങ്ങനെയാണ് പോകുന്നത്. ഞാൻ അതിന്റെ ടേംസിലാകുമ്പോൾ Sn square is greater than or equal to a for all n greater than or equal to 2 എന്ന് എഴുതിയാൽ മതിയല്ലോ. n is equal to ആകുമ്പോൾ ഇത് തന്നെ കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. Sn square is actually greater than or equal to a എന്ന് പറയുന്ന പാർട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ഇത് ബൗണ്ടഡ്നെസ്സിന്റെ ഫസ്റ്റ് പാർട്ട്. സോ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക, നമുക്ക് പിന്നീട് ആവശ്യം. Now we will prove that Sn is actually monotonic എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ അതിനുവേണ്ടി Sn - Sn + 1 എടുക്കും. So which is equal to Sn - Sn + 1 എന്ന് വെച്ചാൽ 1/2 into Sn plus a divided by Sn. So Sn minus 1/2 Sn, ഈ minus 1/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus a by Sn minus 1/2 Sn is actually 1/2 Sn. So 1/2 Sn minus a divided by 2 Sn. So 1/2 common എടുക്കുമ്പോൾ 1/2 into Sn minus a by Sn. ഇവിടെ Sn LCM എടുക്കുമ്പോൾ which is equal to 1/2 into Sn square minus a divided by Sn. So നമുക്ക് കിട്ടിയത് Sn ഉം Sn + 1 തമ്മിലുള്ള ഡിഫറൻസ് is actually, so what we got is Sn minus Sn + 1 is actually 1/2 into Sn square minus a divided by Sn. Okay. Sn square equation number 1 ൽ നിന്ന് Sn square is greater than or equal to a.
So Sn square minus A is greater than or equal to 0. And also Sn S1 പോസിറ്റീവ് ആയതുകൊണ്ട് S2 പോസിറ്റീവ് ആണ്, S3 പോസിറ്റീവ് ആണ്. ഇൻ ജനറൽ Sn is always greater than or equal to 0. So ഇതിന്റെ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആണ്, ന്യൂമറേറ്റർ പോസിറ്റീവ് ആണ്, 1/2 പോസിറ്റീവ് ആണ്. സോ ഇൻ ജനറൽ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. കാരണം ഇതിന്റെ ന്യൂമറേറ്റർ പോസിറ്റീവ് ആണ്, ഡിനോമിനേറ്റർ പോസിറ്റീവ് ആണ്, ബാക്കി 1/2 പോസിറ്റീവ്. സോ Sn minus Sn plus 1 is actually greater than 0. So which implies Sn is greater than Sn plus 1 for all. So നമുക്ക് കിട്ടി നമ്മുടെ സീക്വൻസ് ആക്ച്വലി മോണോട്ടോണിക് ഡിക്രീസിംഗ് സീക്വൻസ് ആണ് കിട്ടുന്നത്. സോ our sequence Sn is monotonic decreasing. And also Sn square greater than or equal to A implies Sn greater than or equal to root A, അല്ലെങ്കിൽ which implies root A is greater than or equal to Sn. Okay, which implies Sn is actually bounded below. Okay, so monotonic decreasing and bounded below implies sequence Sn is convergent by monotone convergence theorem. So sequence Sn converge ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന വാല്യൂ റൂട്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, so what we got is Sn converges. Okay, so now we have to prove that Sn converges to root A. നമുക്കറിയില്ല. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്നു Sn കൺവേർജന്റ് ആണല്ലോ, അപ്പൊ അതിന് ലിമിറ്റ് ഉണ്ട്. അസ്യൂം ദാറ്റ് Sn converges to S എന്ന് അസ്യൂം ചെയ്യും. നമ്മുടെ സീക്വൻസ് ഇതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യും. Sn converges to S ആണ്. അപ്പൊ S ന്റെ വാല്യൂ ആണ്. So we have to prove that S is equal to root n ആണ് പ്രൂവ് ചെയ്യുന്നത്. തന്നിട്ടുണ്ട് ലിമിറ്റ് Sn is equal to S ആണ്. സീക്വൻസ് Sn കൺവേർട്ട് ചെയ്യുന്ന വാല്യൂ ആണ് S. സോ ലിമിറ്റ് Sn plus 1 എന്ത് തന്നെയാണ് Sn. സോ നമ്മുടെ റെക്കറൻസ് റിലേഷൻ ഈസ് Sn plus 1 is equal to 1/2 into Sn plus A divided by S. Okay, so as n tends to infinity കൊടുക്കുന്നു, as n tends to infinity കൊടുത്തിട്ട് ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് n tends to infinity Sn plus 1 ആകും. So this expression becomes in equation number n കൊടുക്കുന്നു. So A becomes limit n tends to infinity Sn plus 1 is equal to 1/2 into limit n tends to infinity Sn plus A by Sn എന്ന് കിട്ടും. Okay, so ഇനി limit n tends to infinity Sn plus 1 is actually S. So this is S. So this is right side is 1/2. ഇവിടെ ലിമിറ്റ് അകത്തോട്ട് എടുക്കുമ്പോൾ ലിമിറ്റിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ലിമിറ്റ് ഓഫ് this can be written as limit n tends to infinity Sn plus A divided by limit n tends to infinity Sn അറിയാം. കാരണം ലിമിറ്റിന്റെ പ്രോപ്പർട്ടിയാണ് ലിമിറ്റ് ഓഫ് x by y is limit x plus divided by limit y എന്ന് അറിയാം, algebraic property of limits വെച്ച്. So this is equal to limit of n tends to infinity Sn is actually S plus A divided by limit n tends to infinity Sn is S. ഇങ്ങനെ. Okay, so S is equal to 1/2 into S square plus A divided by Sn. Okay, so which implies ഈ 2s ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 2s into S ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു is equal to square plus A. That is 2s square is equal to S square plus A.
which implies s square left side ലേക്ക് കൊണ്ടുവരുമ്പോൾ s square is equal to n, which implies s is equal to plus or minus root a എന്ന് കിട്ടും. So s is equal to root a കിട്ടും. കാരണം s1 പോസിറ്റീവ് ആണ്, s2 പോസിറ്റീവ് ആണ്, എക്സെട്ര എല്ലാ ടേംസും പോസിറ്റീവ് ആണ്. സോ അതിന്റെ ലിമിറ്റും എസും പോസിറ്റീവ് ആയിരിക്കണം. സോ മൈനസ് റൂട്ട് എടുക്കേണ്ട കാര്യമില്ല, പ്ലസ് റൂട്ട് തന്നെ എടുക്കാം. സോ അവർ സീക്വൻസ് എസ് എൻ കൺവേർജസ് ടു റൂട്ട് എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ റൂട്ട് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ജനറൽ ടേം എന്ന് പറയുന്നത് Sn plus 1 is equal to 1 by 2 into Sn plus a divided by Sn എന്നുള്ളതാണ് ആ സീക്വൻസിന്റെ ജനറൽ ടേം. അതൊരു റെക്കറന്റ് സീക്വൻസ് ആണ്. അതിന്റെ ഫസ്റ്റ് ടേം ആയിട്ട് നമുക്ക് ഏത് പോസിറ്റീവ് നമ്പർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്ക് റൂട്ട് എയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം ഇവിടെ എ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ നമ്മൾ ഏത് നമ്പർ തന്നാലും അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ ആ സീക്വൻസ് നമ്മൾ ആദ്യം അതിന്റെ ജനറൽ, എന്നിട്ട് ആ സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്നതിന് പ്രൂവ് ചെയ്യണം. മൊണോട്ടോൺ കൺവേർജൻസ് തിയറമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബൗണ്ടഡ് ആണെന്നും മൊണോട്ടോണിക് ആണെന്നും പ്രൂവ് ചെയ്യണം. ആദ്യമായിട്ട് ആ സീക്വൻസിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എസ് എന്നുള്ള ഫോമിലാക്കി. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എസ് ആക്കുമ്പോൾ എസ് എൻ അതിന്റെ റൂട്ടാണ്, അതിന്റെ സൊല്യൂഷൻ ആണ്. എസ് എൻ എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സോ എസ് എൻ ഈസ് ഓൾവേസ് റിയൽ. ഇനി അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് റിയൽ ആകുക എന്ന് വെച്ചാൽ അതിന്റെ ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുക. അതിൽ നിന്ന് എസ് എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കിട്ടും. അടുത്തതായിട്ട് മൊണോട്ടോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എസ് എൻ മൈനസ് എസ് എൻ പ്ലസ് 1 എടുക്കുക. അത് എസ് എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആയതുകൊണ്ട് നമുക്കത് പോസിറ്റീവ് ആണെന്ന് കിട്ടും. സോ എക്സ് എൻ ഈസ് മൊണോട്ടോണിക് ഡിക്രീസിങ് ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ എന്ന് കിട്ടി. എസ് എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആയതുകൊണ്ട് which implies it is monotonic decreasing and bounded below implies it is convergent by monotone convergence theorem. ഇനി അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. എസ് എൻ കൺവേർജൻസ് ടു എസ് എൻ എടുക്കുന്നു. നമ്മൾ തന്നിരിക്കുന്ന റെഫറൻസ് എക്സ്പ്രഷന്റെ അകത്ത് ലിമിറ്റ് n tends to infinity കൊടുക്കുമ്പോൾ we get the required expression. I hope you understood.